നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാറ്റോ സഖ്യകക്ഷികളുടെ നിർണായകമായ യോഗം തുർക്കിയിലെ അങ്കാറയിൽ നടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നാറ്റോ സഖ്യകക്ഷി യോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തുർക്കിയുടെ പ്രസിഡന്റും തമ്മിൽ നിർണായകമായ മറ്റൊരു ഉഭയകക്ഷി ചർച്ച നടന്നു. ആ ഉഭയകക്ഷി ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ചയ്ക്ക് ശേഷം നടത്തിയത് തുർക്കിക്ക് ആശ്വാസമാകുന്ന ഒരു പ്രതികരണമായിരുന്നു. അതായത് തുർക്കിക്ക് മേൽ 2019 പ്രഖ്യാപിച്ചിരുന്ന ഉപരോധം അമേരിക്ക നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ തീരുമാനത്തിനെതിരെ ആഞ്ഞടിച്ചത്. തുർക്കി ഇപ്പോഴും മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് തുർക്കിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭരണകൂടത്തിന് F-35 പോലെയുള്ള മാരകായുധങ്ങൾ നൽകുന്നത് മേഖലയിലെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ അവശേഷിപ്പിക്കില്ലെന്ന് ഭീഷണി മുഴക്കിയിട്ടുള്ള രാജ്യം കൂടിയാണ് തുർക്കി. ആ തുർക്കിക്ക് അമേരിക്ക അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ നൽകുന്നത് ഒരിക്കലും ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചത്. ഒരു കാരണവശാലും F-35 തുർക്കിക്ക് നൽകാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തായാലും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. അതായത് തുർക്കിക്ക് അനുകൂലമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അമേരിക്കൻ ഭരണകൂടം എന്ത് തീരുമാനമെടുക്കും എന്നറിയില്ല. കാരണം 2019 അമേരിക്ക ഈ പറയുന്ന തുർക്കിക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള കാരണമെന്ന് പറയുന്നത് തുർക്കി റഷ്യയിൽ നിന്നും മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങി എന്നതാണ്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു 2019 തുർക്കി റഷ്യയിൽ നിന്നും S-400 മിസൈൽ സംവിധാനം വാങ്ങാൻ തീരുമാനിച്ചതും വാങ്ങിയതും. അതുകൊണ്ട് തന്നെ അമേരിക്ക തുർക്കിയോട് ഇടയുകയായിരുന്നു. തുർക്കി ഒരു നാറ്റോ സഖ്യകക്ഷിയാണ്. ഒരു നാറ്റോ സഖ്യകക്ഷിക്ക് എങ്ങനെയാണ് റഷ്യയുമായി ആയുധ ഇടപാട് നടത്താൻ കഴിയുക എന്ന് അമേരിക്ക ചോദിച്ചു. അമേരിക്കയുടെ ഉപരോധത്തെ ഭയന്ന് ഈ S-400 സംവിധാനം, കോടികൾ കൊടുത്തു വാങ്ങിയ S-400 സംവിധാനം തുർക്കി മൂലയിലേക്ക് ഒതുക്കി വച്ചു. തുർക്കി S-400 തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമാക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നാറ്റോ സഖ്യകക്ഷികളുടെ ഉപരോധം ഭയന്നാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. തുർക്കിക്ക് S-400 അല്ലാതെ വേറെയും ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതിനെ എല്ലാം ചേർത്ത് സ്റ്റീൽ ഡോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സ്റ്റീൽ ഡോമിൽ S-400 കൂടി ചേർക്കാനായിരുന്നു തുർക്കി സൈന്യത്തിൻ്റെ പദ്ധതി. പക്ഷേ ആ പദ്ധതിയാണ് അമേരിക്ക പൊളിച്ചടുക്കിയത്. തുടർന്ന് S-400 ഉപയോഗിക്കാൻ തുർക്കിക്ക് കഴിയാതെ വന്നു. S-400 ഇന്ന് വിപണിയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതാണ്. ഇന്ത്യക്ക് S-400 സംവിധാനം റഷ്യ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടത്തിൽ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. ഇതെല്ലാം S-400 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ ആണിക്കല്ലായിരുന്നു അന്ന് S-400. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതൽ S-400 വാങ്ങാൻ ഇന്ത്യ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടുതൽ S-400 റഷ്യ എത്തിക്കുകയും ചെയ്യും. പക്ഷേ ആ സമയത്താണ് തുർക്കിയിൽ ഇങ്ങനെയൊരു സാധനം വെറുതെ ഇരിക്കുന്ന കാര്യം റഷ്യൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. S-400 എന്തായാലും തുർക്കി ഉപയോഗിക്കുന്നില്ല. ആ S-400 തിരികെ റഷ്യ വാങ്ങുന്നു. നേരിട്ട് ഇന്ത്യ തുർക്കിയിൽ നിന്നും ആ സംവിധാനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി ഇതിനിടയിൽ തയ്യാറാക്കി. പക്ഷേ ഈ S-400 സംവിധാനം ഇന്ത്യക്ക് ഉപകാരപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുർക്കി അത് തടയുകയായിരുന്നു. S-400 ഇവിടെ ഇരുന്ന് തുരുമ്പെടുത്താലും കുഴപ്പമില്ല, അത് ഇന്ത്യക്ക് നൽകില്ല എന്ന തീരുമാനമാണ് അന്ന് തുർക്കി എടുത്തത്. കാരണം തുർക്കി പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്ന രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളത് കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ അനുകൂലിച്ച ചുരുക്കം ചില രാജ്യങ്ങളാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. തുർക്കി ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം കടുപ്പിക്കാനായി ഡ്രോണുകളും മറ്റായുധങ്ങളുമെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിന് നൽകിയിരുന്നു.
തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ അന്ന് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ അതിനുശേഷം നയതന്ത്ര ബന്ധം വഷളാവുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് S-400 ഇവിടെ കിടന്ന് തുരുമ്പെടുത്താലും ഇന്ത്യക്ക് നൽകില്ല എന്ന ഒരു തീരുമാനം അന്ന് തുർക്കി എടുത്തത്. എന്തായാലും S-400 വാങ്ങുക എന്ന മണ്ടൻ തീരുമാനമാണ് നാറ്റോ സഖ്യകക്ഷിയിൽ തുർക്കിയെ ഒറ്റപ്പെടുത്തിയത്. അവർ ഈ S-400 ഉപയോഗിക്കാതെ ആ ഒറ്റപ്പെടൽ അതിജീവിക്കാൻ ശ്രമിച്ചു. ആ അതിജീവനം ഇപ്പോഴാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഈ തുർക്കിക്ക് നൽകാൻ തയ്യാറാകുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് ഭീഷണിയായി മാറുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ കടുത്ത സമ്മർദ്ദം ഈ F-35 യുദ്ധവിമാനങ്ങളുടെ ഡീലിനെതിരെ നടത്തും എന്നുറപ്പാണ്. നാറ്റോ സഖ്യകക്ഷികളുടെ യോഗത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ തിരിച്ചെത്തിയാലുടൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ചർച്ച നടത്തും. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനോടകം തന്നെ പല കാര്യങ്ങളിൽ നമ്മൾ കണ്ടു. ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലും നെതന്യാഹുവിന് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. കുറച്ച് ദിവസത്തെ ആക്രമണത്തിന് ശേഷം വെടിനിർത്തലിലേക്ക് പോകാമെന്ന് അമേരിക്ക തീരുമാനിച്ചപ്പോൾ ഇസ്രായേൽ അതിനെ അനുവദിച്ചില്ല. മാത്രമല്ല, ഇസ്രായേൽ പറയുന്നത് ഇപ്പോഴും സൈനികമായി ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ നിരന്തരം ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അതുകൊണ്ട് യുദ്ധം തുടരണമെന്ന നിലപാടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ടായിരുന്നത്. പക്ഷേ ആ നിലപാടിനോട് അമേരിക്ക യോജിച്ചില്ല. സമാധാന ഉടമ്പടി വന്നപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു ഉടമ്പടി എന്നത് ഒരു കാരണവശാലും ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കണമെങ്കിൽ ലെബനോണിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ പാടില്ല എന്നായിരുന്നു. അമേരിക്ക അന്ന് ഇറാനിന് ഉറപ്പ് കൊടുത്തു. പക്ഷേ അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കണമെന്നില്ല. അമേരിക്ക അത് പറയുകയും ഇസ്രായേൽ അത് നിരസിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ യുദ്ധം നടത്തുന്നത് ലെബനനെതിരെ അല്ല, മറിച്ച് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെയാണ്. ഞങ്ങളിപ്പോൾ ആക്രമണം നടത്തിയില്ല എങ്കിൽ ഉചിതമായ സമയത്ത് അവർ നമ്മളെ ആക്രമിക്കും. അതില്ലാതാക്കാനാണ് ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഉപദേശം വേണ്ട എന്നും നെതന്യാഹു തുറന്നടിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിക്കാനാണ് വീണ്ടും ഒരിക്കൽ കൂടി നെതന്യാഹു ഡൊണാൾഡ് ട്രംപ് മീറ്റിംഗ് നടക്കുന്നത്. നേരത്തെ ഈ 2026 ഫെബ്രുവരിയിൽ ഒരു കൂടിക്കാഴ്ച നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ യുദ്ധത്തിൻ്റെ പ്ലാൻ നെതന്യാഹു ട്രംപിന് നൽകിയത്. അതിനെ തുടർന്നാണ് ഈ ഫെബ്രുവരി 28 അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആ സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടിക്കാണുന്നത്.